നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 കുട്ടികളുടെ അച്ഛനായ ജോൺസൺ വിദേശത്തുള്ള ഭാര്യയുമായി ബന്ധം വേർപെടുത്തിയ ശേഷം ആതിരയെ ഭാര്യയാക്കാൻ പ്രണയം മുതൽ ഭീഷണി വരെ പയറ്റി. ആതിരയെ ഭീഷണിപ്പെടുത്താൻ പലവിധ തന്ത്രങ്ങൾ ജോൺസൺ എടുത്തതായാണ് സൂചന. എങ്ങനെയും ആതിരയെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ഗൂഢാലോചന. മറ്റൊരാൾക്ക് കൂടി ഈ സംഭവത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത പോലീസ് തിരിച്ചറിയുന്നുണ്ട്. പലവിധ ദുരൂഹതകൾ ഈ കേസിൽ അഴിയാനുണ്ടെന്നാണ് പോലീസ് നിഗമനം. ആതിര ഇൻസ്റ്റാഗ്രാം റീലുകളുടെ ആരാധികയായിരുന്നു. റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നത് പതിവായിരുന്നു. ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചനായ യുവാവുമായി സൗഹൃദത്തിലായത്. സൗഹൃദം പിന്നീട് അടുപ്പമായി, പിന്നീട് പ്രണയമായി. ആതിരയെ കാണാൻ ഇയാൾ വീട്ടിലും എത്തി തുടങ്ങി. 7 മാസം മുമ്പായിരുന്നു ജോൺസൺ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. ഇതിനായി രാജീവിനെയും വിളിച്ചിരുന്നു. രാജീവിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും. ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യും. ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവ് 5 മിനിറ്റോളം മറുഭാഗത്തു നിന്നുള്ള മറുപടിക്ക് കാത്തു നിൽക്കും. രാജീവുമായി താൻ 5 മിനിറ്റോളം സംസാരിച്ചുവെന്നും എല്ലാം പറഞ്ഞുവെന്നും ആതിരയെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ രാജീവിനോട് ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ കുറിച്ച് ആതിര പറയാൻ തുടങ്ങി. ഇത് വിലക്കിയ രാജീവ് അറിയാതെയായി പിന്നീടുള്ള ഫോൺ വിളികൾ. സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ ആതിരയെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തി. കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. കുഞ്ഞുമായി കൂടെ വരാനായിരുന്നു ആതിര ഒരു ജോൺസൺ ആവശ്യപ്പെട്ടത്. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടിയുടെ കാര്യം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ആതിര നോക്കി. ഇതോടെയാണ് കുട്ടിയെയും താൻ നോക്കാമെന്ന വാഗ്ദാനം ആതിരയ്ക്ക് മുന്നിൽ വെച്ചത്. ഇതിനും ആതിര വഴങ്ങിയില്ല. ഇതാണ് പകയായി മാറിയത്. ബൈക്കടക്കം വിറ്റിട്ടാണ് ആതിരയെ കാണാൻ തിരുവനന്തപുരത്ത് പ്രതി എത്തിയത്. പിന്നീട് ചിറയൻകീഴിൽ നിന്നും കത്തി വാങ്ങി സൂക്ഷിച്ചു. ജനുവരി 7-ാം തീയതിയും ഇരുവരും തമ്മിൽ കണ്ടിരുന്നു. അന്ന് തന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നുവെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കൃത്യം നടന്ന ദിവസം വീടിനുള്ളിലേക്ക് കയറുന്നതുവരെ ആതിരയുമായി ഫോണിൽ സംസാരിച്ച് ആരും വീട്ടിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തി അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ചായ ഇടാൻ പറഞ്ഞ് ആതിരെ അടുക്കളയിൽ പറഞ്ഞു വിട്ട ശേഷം കത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. പിന്നീട് ആതിരെ ബലപ്രയോഗത്തിലൂടെയാണോ ഇഷ്ടപ്രകാരമാണോ കിടപ്പുമുറിയിൽ എത്തിച്ചത് എന്നതടക്കം ഇനി വ്യക്തത വരാനുണ്ട്. ശാരീരിക ബന്ധത്തിനിടെ വായ മൂടി കഴുത്തിൽ കത്തി കുത്തിയിറക്കി എന്നും മരണം ഉറപ്പാക്കാൻ കഴുത്ത് അറുത്തുവെന്നുമാണ് പ്രതി പറഞ്ഞിരിക്കുന്ന മൊഴി. പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിനോട് ജോൺസൺ പറഞ്ഞിരുന്നു. കൊലയ്ക്ക് അവസരം കാത്ത പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ ഒരാഴ്ച താമസിച്ചതായും പോലീസ് കണ്ടെത്തി. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഒപ്പം ചെല്ലണമെന്നായിരുന്നു ജോൺസന്റെ ആവശ്യം. ആതിര ഇതിന് തയ്യാറായില്ല. ഇതോടെയാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറുമാണ് പ്രതി കാണുന്നത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. ഇവിടെ നിന്നും പ്രതി കോട്ടയത്തേക്ക് പിന്നീട് പോയി. ആശുപത്രി വിട്ടാലുടൻ പ്രതി തെളിവെടുപ്പിന് കഠിനകുളത്ത് എത്തിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.